ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു ഇരട്ട വോട്ട് BJP ജില്ലാ പ്രസിഡന്റേതായിരുന്നു. അത് തടയാൻ മന്ത്രി തടയും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ആരും കണ്ടില്ല. അത് തടയാൻ അവിടെ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അല്ല, അത് പിന്നെ ഒരു കാൻഡിഡേറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിനോട് കാണിക്കുന്ന ചില മാന്യതകളുണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും കാൻഡിഡേറ്റിനെ മോശമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ഇന്നലെ ഒരു കാൻഡിഡേറ്റ് എന്നെ പറ്റി പറഞ്ഞത് എനിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തയാണെന്ന്. പിന്നെ മുമ്പ് കുട്ടിക്കുരങ്ങനെന്ന് വിളിച്ചു. ഞാൻ നിങ്ങൾ ത്രൂ ഔട്ട് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെതിരായിട്ട് ഞാൻ പറഞ്ഞു ഒരു മോശം പരാമർശം, അവർക്കെതിരായ വ്യക്തിപരമായി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്, ഒരു മോശം കമന്റ് ഏതെങ്കിലും കാൻഡിഡേറ്റിനെ പറ്റിയിട്ട്. ഇനി ഇങ്ങനെ ഒരു ഇരട്ട വോട്ടിന്റെ വിവാദം വന്നപ്പോഴും ഞാൻ അതിനകത്ത് അമിതമായി കമന്റ് ചെയ്ത് നിങ്ങൾ കണ്ടു. അത് കാൻഡിഡേറ്റിനോട്, ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുകയാണല്ലോ, അപ്പൊ അദ്ദേഹം ഈ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഫേസ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ആ കാൻഡിഡേറ്റിന് കൊടുക്കേണ്ടുന്ന ഒരു കാൻഡിഡേറ്റ് വാല്യൂ ഉണ്ട്. അത് ഇലക്ഷനിലെ ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റാണ്. അത് ഞാൻ എപ്പോഴും മുന്നോട്ട്. കൈ കൊടുക്കുന്നതിൽ കാണിച്ചില്ല എന്നുള്ള അർത്ഥമല്ല നേരത്തെ പറഞ്ഞത്. അല്ല, കൈ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ നിരവധി തവണ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ഈ കൈ കൊടുക്കാം, രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളോട് നേരത്തെ തന്നെ എതിർത്ത് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പലതവണ ക്ലാരിറ്റി കൊടുത്തതാണ്. അന്ന് തന്നെ ശ്രീ MB രാജേഷിന് ഞാൻ കൈ കൊടുത്തു. ഏതാണ്ട് പിന്നെ MB രാജേഷ് എന്നെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് കൈ കൊടുത്തത്. പിന്നെ ഗോപിയേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ പ്രവർത്തകന്റെ ഒരു വികാരമുണ്ട്. ആ പ്രവർത്തകന്റെ വികാരം ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നോ? അവിടെയുള്ള ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? കൈ കൊടുക്കുന്നുണ്ട്. അപ്പം വാതിക്ക വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? വാതിക്ക വെച്ച് കണ്ടില്ലേ? അന്നേരം കൈതരാൻ എന്തെങ്കിലും ശ്രമം നടത്തിയായിരുന്നോ? ഇല്ല. വാതിക്കൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു. ഇതൊക്കെയാ ഞാൻ ഈ തട്ടിപ്പുകൾക്ക് അതുകൊണ്ട് നിന്ന് കൊടുക്കില്ലെന്ന് പറഞ്ഞ്. വാതിക്കൽ വെച്ച് ഇപ്പൊ നമ്മളിപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴാ കൈതരിക? ഞാൻ ഇന്ന് ഗൂഗിളിനെ കണ്ടപ്പോൾ കൈ തന്നത് എപ്പോഴാ? ഗൂഗിളിനെ ആദ്യം കണ്ടപ്പം. ഇപ്പം മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഹായ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൈ തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ അഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മീറ്റിംഗിൽ കൈ തരാതെ കുറെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കൈ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണോ? ഈ അവസാന ദിവസം വന്ന പരസ്യമുണ്ടായിരുന്നല്ലോ സന്ധിവാരവുമായി ബന്ധപ്പെട്ട സുപ്രാതൃശ്വരാത്തിലേക്ക്, അത് ഏതെങ്കിലും വിധത്തിൽ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. UDF ഗുണപരമായിട്ട്. കാരണം ഈ എന്തെങ്കിലും LDF വേണ്ടി വോട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരു ന്യൂനപക്ഷ സമുദായമെങ്കിലും ഉണ്ടെങ്കിൽ, LDF അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഇതെന്തൊരു തട്ടിപ്പാണ്. നമുക്ക് ഈ പ്രഹസനമൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ജനം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അവർക്കത് മനസ്സിലാവും. അപ്പൊ അവരത് ആ വോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പരസ്യം നന്നായി. ആ പരസ്യത്തിന്റെ പൈസ സംഘപരിവാർ കൊടുത്ത് പരസ്യം വന്നത് CPM പേരിലാണെങ്കിലും വോട്ടിന്റെ ഗുണം ഉണ്ടായത് UDF.